Voice of Marketing, in touch with positive people. ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ്, ഒരു സ്കില്ലാണ് ടീം എന്നുള്ളത്. ടീമായിട്ട് നിൽക്കുക എന്നുള്ളത്. ഇഫ് യു വാണ്ട് ടു വാക്ക് ഫാസ്റ്റ്, walk alone. But if you want to walk far, walk together. ആരാണ് പറഞ്ഞത്? നിങ്ങൾക്ക് വേഗത്തിൽ നടക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക, എന്നാൽ നിങ്ങൾക്ക് വളരെ ദൂരം സഞ്ചരിക്കണമെങ്കിൽ ഒരുമിച്ച് നടക്കുക, ഒരു ടീമായിട്ട് നിൽക്കുക. ഭാരതീയ വ്യവസായ ലോകത്തെ അതുല്യ വ്യക്തിത്വമായിരുന്നു രത്തൻ ടാറ്റ. ടാറ്റ ഗ്രൂപ്പിനെ ആഗോള ബിസിനസ് സാമ്രാജ്യമായി അദ്ദേഹം വളർത്തിയ ആ വ്യക്തി ലാളിത്യം കൊണ്ടും മനുഷ്യ സ്നേഹം കൊണ്ടും മാനവികത കൊണ്ടും ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എന്താണ് ശരിക്കും ഒരു ടീം എന്ന് പറയുന്നത്. നമ്മുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ ടീമിനുള്ള പ്രാധാന്യം എന്താ, നമുക്ക് അതിനെ കുറിച്ചിട്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഒരു ടീം? ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ഒത്തൊരുമിച്ച് വിജയിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ ഒരു ടീം എന്ന് പറയാം. ശരിയാണോ? അവരുടെ ലക്ഷ്യം ഒരു ഒറ്റ എയിമായിരിക്കും. ആ എയിമിന് വേണ്ടിയിട്ട് അവർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ടി എന്ന് പറയുന്നത്? TEAM. എന്താണത്? ടീമിന്റെ ടി, ടുഗദർനെസ്, ഒത്തൊരുമ, കൂട്ടായ്മ. എല്ലാവരും ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കൈകോർക്കുമ്പോൾ, ആ ലക്ഷ്യത്തിന് ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ സക്സസ് ഉണ്ടാകും. ശരിയാണല്ലോ? നമ്മൾ പലപ്പോഴും മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് ഈ ഒത്തൊരുമ കാണുന്നത് നമ്മുടെ ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന ചെറിയ ജീവികളിലുമാണ്. നിങ്ങൾ തേനീച്ചയെ കണ്ടിരിക്കുന്നു. കണി തരുന്ന, വളരെയേറെ മധുരം നമുക്ക് തരുന്ന, തേൻ തരുന്ന തേനീച്ച കൂട്ടങ്ങൾ. അവരുടെ ജീവിതചക്രം, ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ മനുഷ്യരെ കുറിച്ച് എപ്പോഴും നമ്മൾ വാചാലരാകുകയും മനുഷ്യ ജീവിതങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോൾ ഈ തേനീച്ചകളുടെ കഥ കൂടി അറിഞ്ഞിരിക്കണം. ആ തേനീച്ചകൾ എന്തുമാത്രം ഒരു ടീം വർക്ക് ആ കൂട് നിർമ്മാണത്തിലും മറ്റുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ പറയാൻ സമയമില്ലെങ്കിലും അതിന്റെ ഒരു ടീം വർക്ക് അവർ ഡെലിഗേറ്റ് ചെയ്യുന്നത്, ഓരോ ജോലികളും ഓരോരുത്തർക്കായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് അവർ സക്സസിലേക്ക് പോകുന്നത്. കൂടുണ്ടാക്കുക, റാണിയെ പരിപാലിക്കുക, തേൻ തേടി പോകുക, ഇതെല്ലാം ഒരു ടീം വർക്കാണ്. അതിനുശേഷം അത് തേൻ സൂക്ഷിച്ചു വെക്കുക, നമ്മളത് എടുത്ത് ഭക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ആനകളെ കണ്ടിട്ടുണ്ട് കാട്ടിലെ, അല്ലെ? അവര് ഗ്രൂപ്പായിട്ട് നടക്കുന്നു. അവര് ചെറിയ കുഞ്ഞ് ആനകളായിട്ട് നമ്മള് ആനിമൽ പ്ലാനറ്റിലോ അല്ലെങ്കിൽ പുറത്ത് കാടുകളിൽ പോകുമ്പോഴൊക്കെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്, അല്ലെ? അവര് കൂട്ടമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോ ഈ കൂട്ടമായിട്ട് ഒരു ടീമായിട്ട് നിൽക്കുക, അവിടെ സക്സസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ, പ്രകൃതിയിലെ ചെറിയ കുഞ്ഞു ജീവികളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു അറിവാണ്. അത് നമുക്കൊക്കെ കിട്ടുന്ന ഒരു ഓർഗനൈസേഷൻ നടത്തുന്നവർക്ക്, ഒരു ബിസിനസ് നടത്തുന്നവർക്ക്, ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നവർക്ക്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് നടത്തുന്നവർക്ക് കിട്ടുന്ന വലിയൊരു മോട്ടിവേഷനാണ്. നമ്മൾ കാണാതെ പോകുന്ന പല കാഴ്ചകളും കാണാനുള്ള കണ്ണുകൾ നമുക്ക് ഉണ്ടാകും. എന്താണ് എവരിവൺ? ഒരു ടീമിലെ ആരും ചെറുതല്ല. അവർക്ക് കഴിയുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ആരും മോശക്കാരല്ല. ഒരു ടീം എന്ന് പറയുമ്പോൾ ഒരാൾക്കുള്ള കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. ഒരാൾക്കുള്ള കഴിവായിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പല വ്യക്തികൾക്കും പല ക്വാളിറ്റികളും, അവിടെ പല വ്യക്തികൾ ഉണ്ടാകാം. അവരുടെ ക്വാളിറ്റികള്, അവരുടെ കഴിവുകള്, ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും, ചിലർക്ക് അക്കൗണ്ട് സ്കിൽ ഉണ്ടാവും. അതിനെ ഡെലിഗേറ്റ് ചെയ്ത് ആ ഏൽപ്പിക്കേണ്ട വ്യക്തികളെ കൃത്യമായി ജോലി ഏൽപ്പിച്ച് ഒരു ടീം സക്സസിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ആൽഫബറ്റിക് എ എന്താണ്? അച്ചീവ്മെന്റ്സ്. ഒരാൾ ഒരു ജോലി തനിച്ച് ചെയ്യുന്നതിനേക്കാൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ
അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ടീം സ്പിരിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ സക്സസിലേക്കുള്ള യാത്ര വളരെ സുഗമമാക്കി തരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സുഗമമാകുന്നത്? പരസ്പരം സഹായിച്ചുകൊണ്ട്, അറിയാത്ത കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ, കാരണം ടീമിലുള്ള എല്ലാവരും വളരെ പെർഫോം ചെയ്താലാണ് അവിടെ സക്സസ് ഉണ്ടാകുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരും മറ്റുള്ളവരെ കെയർ ചെയ്തുകൊണ്ട് ഒന്നിച്ച് ആ അച്ചീവ്മെന്റ്സിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നു. അപ്പൊ ഒരാൾ തനിച്ച് ചെയ്യുന്നതിനേക്കാൾ എല്ലാവരും ചേർന്ന് ഓരോ ലക്ഷ്യത്തിന് വേണ്ടി കാര്യക്ഷമതയോട്, കാരണം അറിയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ടീം മെമ്പേഴ്സിനോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്ത് മറ്റുള്ളവരെ കൂടി കെയർ ചെയ്തുകൊണ്ട് ആണ് ഈ അച്ചീവ്മെന്റ്സിലേക്ക് എത്തുന്നത്. കാരണം ഒരു ടീം അച്ചീവ്മെന്റ്സിലേക്ക് എത്തണമെങ്കിൽ ആ ടീം മെമ്പേഴ്സ് എല്ലാവരുടെയും ഒരു സക്സസ്, കാര്യക്ഷമത ഇവിടെ ആവശ്യമാണ്. കാരണം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ അതോറിറ്റികൾ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായി ഡെലിഗേറ്റ് ചെയ്ത് ഉണ്ട്. അപ്പൊ ഒരു സെൻട്രൽ പവറിൽ ഒരാൾ നിന്നുകൊണ്ട് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കണം. ഇനി എം എന്താണ് അർത്ഥമാക്കുന്നത്? മോർ. ഈ ടീം മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ച് നിന്നുണ്ടെങ്കിൽ, ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിന്നുണ്ടെങ്കിൽ അതില് സക്സസ് ഉണ്ടാകാൻ, പെട്ടെന്ന് സക്സസിലേക്ക് എത്താൻ പറ്റും. ഉയർച്ചയിലേക്ക് പെട്ടെന്ന്. ഒത്തൊരുമയാണ്, ഒരുമയാണ്. ഒരുമയുണ്ടെങ്കിൽ വലക്കപ്പുറത്തും കിടക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴയതൊക്കെ. അപ്പൊ ആ ഒത്തൊരുമയുടെ ഒരു ടീം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു റീറ്റെയിൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു മനസ്സ് ഓർഗനൈസേഷന്, ഒരു റീറ്റെയിൽ ഷോപ്പിന്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിന് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഓരോ സ്വരത്തിൽ, ഓരോ ലക്ഷ്യത്തോടെ അവർക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ. ടീമാണ് ഒരു ചാമ്പ്യനെ സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തു വെച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യുമ്പോൾ, ഒരു ടീമിലൂടെ എങ്ങനെ മുന്നോട്ട് പോയി സക്സസിലേക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിനെ എത്തിക്കാൻ പറ്റും, ഒരു റീറ്റെയിൽ ഷോപ്പിനെ എത്തിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിനെ എത്തിക്കാൻ പറ്റും. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, സർവീസ് ഇൻഡസ്ട്രിയിലും പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയിലും ചെയ്യുന്നവർ എന്തൊക്കെ ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റുകൾ കിട്ടുന്നു, അങ്ങനെ നിൽക്കുമ്പോൾ അതിന് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്ന തുടർ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.